ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിഫ്റ്റിയെ പറ്റി പറഞ്ഞതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മിഡ് ക്യാപ്പിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് പോകാം. കാരണം അതിനെപ്പറ്റി പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് നമുക്കൊരു ഡേ ട്രെൻഡ് ലൈൻ ഇതുവഴി പോകുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. അതിനുശേഷം താഴെ ഒരു ബേസ് ബോക്സ് വരച്ചിട്ടുണ്ട്. ഈ ബോക്സ് കടന്ന് താഴോട്ട് പോകത്തില്ല. ഇതിന് അവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലെന്ന് ഞാൻ കഴിഞ്ഞ ഇത് നമ്മൾ ഈ ബോക്സ് വരച്ചിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി നമ്മൾ ഈ ബോക്സ് വരച്ചിട്ട്. ഓക്കെ, അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരിക്കലും ഈ ബോക്സ് ബ്രേക്ക് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കിയെങ്കിൽ ഈ ബോക്സ് തട്ടി നേരെ മാർക്കറ്റ് തിരിച്ചുപോയി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 12,425 നിന്ന് ഒറ്റ റാലി 665, ഏകദേശം 250 പോയിൻ്റാണ് ഇവിടുന്ന് റാലി ചെയ്ത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നത്, ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്യൂച്ചറോ അല്ലെങ്കിൽ ഓപ്ഷൻസോ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാം, ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് കറക്റ്റായിട്ട് ഇന്നലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം 200-250 പോയിൻറ്റോളം നിങ്ങൾക്ക് ഇവിടുന്ന് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എടുത്തവർക്ക്. ഓക്കെ, അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാനവിടെ വിടുന്നു. വീണ്ടും ഇന്ന് ഇതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തു. നമ്മളുടെ ഈ ഡേ ട്രെൻഡ് ലൈന് റീടെസ്റ്റ് ചെയ്തെങ്കിൽ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. പക്ഷേ നമ്മുടെ ബോക്സിൽ വന്ന് ക്ലോസ് ചെയ്തില്ല. ഇപ്പോൾ ഈ റേഞ്ചിൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടുന്ന് വാങ്ങിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ, നമുക്ക് ഇവിടുന്ന് ഈ റേഞ്ചിൽ വന്ന് വാങ്ങിക്കാം. ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഈ ബോക്സിന് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ്, കാരണം നമുക്ക് മന്ത്ലി കോൺട്രാക്റ്റാണ്. അപ്പോൾ നമുക്ക് DKയുടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡേ വൈസിൽ ഇതിന് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നോക്കും. ഇതിന് താഴെ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രേഡ് ഉപേക്ഷിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫർദർ അപ്സൈഡ് നമുക്ക് വീണ്ടും ഇവിടം വരെ കാണാനുള്ള സാധ്യത മിഡ് ക്യാപ്പിനകത്തിലുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഞാൻ ഇവിടുന്ന് മിഡ് ക്യാപ്പിൻ്റെ ഈ ഫ്യൂച്ചറും വാങ്ങിച്ച് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നു. നമുക്ക് ഇനിയിപ്പം നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, നിഫ്റ്റിയിൽ എന്താണെന്ന് സംഭവിച്ചത്? എൻ്റെ വീഡിയോ കണ്ടവർക്ക് സുന്ദരമായിട്ട് ഇന്ന് ഒരു മനുഷ്യൻ്റെയും സഹായം കൂടാതെ നിങ്ങൾക്ക് ഇന്ന് ട്രേഡ് എടുത്ത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു. ഞാൻ വളരെ ക്ലിയറായിട്ട് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന ലെവലുകളാണ് വരുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ബൗൺസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. നോക്കിക്കേ, ഇവിടെ ഇന്നലെ നമുക്ക് ഇതുപോലെ തന്നെ 23,500 കട്ട സപ്പോർട്ടാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു, ഇല്ലേ? മാർക്കറ്റ് അതുപോലെ തന്നെ ഇവിടെ വന്ന് ബൗൺസ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ബൗൺസ് ചെയ്ത് നേരെ പോയി എത്രയാണ് ഈ 225 പോയിൻ്റ് ഇവിടെ എന്ത് ചെയ്തു? ഇവിടുന്ന് മാർക്കറ്റ് ഒറ്റ സ്ട്രെച്ചിൽ ബൗൺസ് ചെയ്തു, ഇല്ലേ? നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തവർക്ക് സുന്ദരമായിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി ഞാൻ കണ്ടു നിങ്ങളുടെ പോള്. അതിനുശേഷം മാർക്കറ്റ് ഇന്നും ആ ലെവലിൽ തന്നെ മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു? നേരെ താഴോട്ട് വന്നതിന് ശേഷം നമ്മുടെ ഇവിടെയും നമുക്കൊരു ഡേ ട്രെൻഡ് ലൈൻ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ് ഡേ ട്രെൻഡ് ലൈന്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതെന്താ പ്രശ്നം? നമുക്ക് ഒരു മിനിറ്റ്, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ തീർന്നു. അത് മേടിക്കാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പാണിത്. ഇനിയിപ്പോൾ ഇത് എവിടെ കൊണ്ടിട്ട് ഓഫ് ചെയ്യും? ഒരു മിനിറ്റ്, ഇത് പോകുന്നുമില്ല. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് ഇവിടെ വന്നു. നേരെ മാർക്കറ്റ് വീണ്ടും തിരിച്ച് നമ്മുടെ പഴയ ലൈനിൽ തന്നെ വന്നു. ഈ ട്രെൻഡ് ലൈന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം 23,500 കട്ട സപ്പോർട്ടാണ് നമുക്ക്. ഇത് പൊട്ടത്തില്ല എന്ന് ഞാൻ ക്ലിയറായിട്ട് അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നു. ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഒരു ബൗൺസ് കിട്ടി. ഈ ബൗൺസ് ഞാൻ മുതലാക്കി. ഓക്കെ, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴെ വന്ന് നമ്മുടെ ഈ 23,500 സപ്പോർട്ട് എടുത്ത് ഈ സ്പോട്ടിൽ തന്നെ ഞാൻ ഇവിടുന്ന് ഹീറോ എടുത്തു. ഈ സ്പോട്ടിൽ പോകുന്നെങ്കിൽ പോട്ടെന്ന് ചോദിച്ചാൽ കണ്ട എനിക്കൊന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 7 രൂപയോ 8 രൂപയ്ക്ക് അങ്ങോട്ട് കിട്ടിയെന്ന് തോന്നുന്നു. 23,500 ഈ പോയിന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹീറോ ഇവിടെ എടുത്തു. കാരണം എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ ഇന്നത്തെ 23,500 എടുത്തു. നെക്സ്റ്റ് വീക്കിലെ 23,500 ഞാൻ ഇവിടുന്ന് ബൈ ചെയ്തു. ഓക്കെ, ഇവിടുന്ന് ബൈ ചെയ്തു കൃത്യമായിട്ട്. ഏകദേശം ഞാൻ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഇട്ടത് 20ഉം 25. ഇത് രണ്ടും ടാർഗറ്റ് ഇട്ടത് 2 ഹിറ്റായി. ഈ 7 രൂപയിൽ നിന്ന് 20 ഹിറ്റായി, 25 ഹിറ്റായി. ഓക്കെ, ഞാൻ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല, അത് പോട്ടെ. അപ്പം അത് എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. ഇവിടെ ഞാൻ അതുപോലെ തന്നെ ഇത് ഞാൻ നെക്സ്റ്റ് എക്സ്പയറിയിലാണ് ഇവിടെ കോൾ എടുത്തത്. ഇവിടെ എക്സ്പയറി ഒരു
ഏകദേശം 30 പോയിൻറ്റോളം ഇവിടെയും കിട്ടി. ഓക്കെ, ഇത് 2 പരിപാടിയോട് നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ച് ഞാൻ സ്ക്രീൻഷോട്ട് നമ്മുടെ മറ്റേ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടെന്ന് തോന്നുന്നു എനിക്ക്. അതിന് ശേഷം ഞാൻ ഹീറോ സീറോ എടുത്തു. നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ഇട്ട് അത് ഞാൻ ആ സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം ഉള്ള ട്രേഡാണ് ഇത്. ഈ ട്രേഡ് എടുക്കുന്നത് വരെയാണ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടത്. ഇവിടുന്ന് അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു. അത് പ്രോഫിറ്റിൻ്റെ എന്ന് പറയുന്നില്ല, അത് പോട്ടെ. അപ്പം ഇതാണ്. അപ്പം ഇന്ന് കൃത്യമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഈ ലെവലിൽ വരും, ഇവിടുന്ന് റിവേഴ്സ് ചെയ്യും, ഇത് നമുക്ക് സപ്പോർട്ടാണെന്ന് എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇന്നലെ വീഡിയോ കണ്ടവർ വളരെ ചുരുക്കമാണ്. എൻ്റെ 200-250 പേരെങ്ങാണ്ട് ആ വീഡിയോ കണ്ടുള്ളൂ. സാധാരണ ഇതിൽ 400-500 പേരൊക്കെ കാണുന്നതാണ്. പക്ഷേ 250 പേര് ആരോട് പറയാനാണ്? അപ്പം ആവശ്യക്കാർ വരും, വന്ന് കാണും. ഞാനിനി ഇന്ന് പറയാം അങ്ങനെ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ആരും മുഷിപ്പിക്കുക. എപ്പോഴും പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു നാണക്കേടാണ്. നിങ്ങൾ കാണുമോ പറഞ്ഞു. അപ്പോൾ ആവശ്യക്കാർ വന്ന് കാണട്ടെ, അല്ലെങ്കിൽ അറിഞ്ഞ് കേട്ട് വന്ന് കാണട്ടെ. അത്രയൊക്കെ എല്ലാവരും പേഴ്സണൽ മെസ്സേജ് കാണും, ചേട്ടൻ്റെ ലെവൽ അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇത് ആളുകളിലോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടം. ഓക്കെ, അതുകൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിനി നാളത്തെ ലെവലുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നാളത്തെ ലെവലുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, വരയ്ക്കാനുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നും നമുക്ക് ഇത് തന്നെയാണ് സംഭവം. ഇത് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തെങ്കിൽ ഇതിനകത്താണ് ക്ലോസ് ചെയ്തത്. 23,526 557 ക്ലോസ് ചെയ്തെങ്കിലും ഇതിനകത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത്. 23,500 23,557 ഇടയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മേജർ സംഭവം. അപ്പോൾ നമുക്ക് ആ കളറൊന്ന് മാറ്റിയേക്കാം. ഓക്കെ, ഇത് രണ്ടുമാണ് ഇനി നമുക്ക് നാളെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇന്ന് US മാർക്കറ്റ് ഇല്ല, ഇന്ന് അവധിയാണ് US മാർക്കറ്റ്. അപ്പം നമുക്ക് താഴോട്ടുള്ള ഇതൊക്കെ ഈ ലൈനുകളൊക്കെ തന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇതാണ് ഒന്നുകൂടെ കറക്റ്റ്. ഓക്കെ, അപ്പം ഇത് ഗ്രീൻ ആക്കാം. നമുക്ക് അടുത്തത് ഇതും ഗ്രീന്. ഓക്കെ, ഇത് 3. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് മുകളിലോട്ട് കയറണം നമുക്ക്. ഓക്കെ, ഒന്നിത് ഒരു ടാർഗറ്റ്. ഇത് ഇനി സപ്പോസ് മാർക്കറ്റ് എന്ന് പറഞ്ഞത് മാർക്കറ്റ് ഇപ്പോൾ ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്യുന്ന ഇവിടെ ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നമ്മുടെ അടുത്ത കടമ്പ ഇതായിരിക്കും. ഇവിടെ നിന്നായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് എടുക്കാം കേട്ടോ, ഈ ലൈൻ എടുക്കല്ല. ഇതും പൊട്ടിച്ച് ഈ ട്രെൻഡ് ലൈനിൽ സസ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് മേലോട്ട് വേണം നമ്മൾ നോക്കാൻ. ഓക്കെ, ഇല്ല ഇത് ഈ ട്രെൻഡ് ലൈനും പൊട്ടിച്ച് മേളിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇവിടുന്ന് മാത്രമേ നമ്മൾ നോക്കാവൂ. അപ്പോൾ നമ്മൾ അന്നേരത്തെ സാഹചര്യം പോലെയാണ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെയല്ല, അന്നേരത്തെ സാഹചര്യം പോലെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ അവിടെ വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ലെവലുകൾ. ഓക്കെ, ഏകദേശം ഓക്കെ, ഇത് ഏകദേശം ഓക്കെയാണ്. താഴോട്ട് ഞാൻ ഓൾറെഡി ഇവിടെ വരച്ച് കിടപ്പുണ്ട്. ഇവിടെ സാധനം ഈ ഒരെണ്ണം ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഇതിന് താഴോട്ട് ഇങ്ങോട്ടൊരു ചെറിയൊരു വര, ഈ ഒരു വര, ഈ 2 ലൈനെ ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഇതും 23,262 അത് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, വേറെ ഒന്നും വരയ്ക്കുന്നില്ല. വേറെ എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ നാളെ നമുക്ക് മാർക്കറ്റ് ടൈമിൽ നോക്കാം എന്ത് സംഭവിക്കാനുള്ള കാര്യം. ഓക്കെ, ഇതിനിടയ്ക്ക് വരയ്ക്കാനൊന്നും കാണുന്നില്ല. വേണോ? ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഇടത്താവളം വേണേൽ നമുക്ക് വരച്ചേക്കാം അല്ലേ? ഞാൻ ഇന്നലെ നോക്കിയതാണ് ഇടത്താവളം. 23,500 300 250 പോയിൻറ്റിൻ്റെ ഗ്യാപ്പുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിനി ഇടത്താവളം ഒന്ന് നോക്കിയേക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. 1 അവർ ചാർട്ടിലൊന്ന് പോയി നോക്കാം. 1 അവർ ചാർട്ടിൽ നിന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇടത്താവളം, ഇവിടെ ഒരു ഇടത്താവളം, ഇവിടെ ഒരു ഇടത്താവളം, ഇവിടെ ഇതാണ് ഒന്നുകൂടെ നല്ലത്. ഈ താവളം അത് ചെറുതാണ്, 241 വേണ്ട. ഇത് ഓക്കെ, ഇത് നോക്കാം. ഈ ഒരു ഇടത്താവളം നമുക്ക് നോക്കിയിട്ട് അവിടെ ഒരു ട്രേഡ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ 21 പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിവിടം വരെ, പിന്നെ അടുത്തത് പൊട്ടിച്ചാൽ ഇവിടുന്ന് ഇവിടം വരെ റെഡ്. ഓക്കെ, പിന്നെ അടുത്തത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ കിടന്നോട്ട്. ഇനി വരയുടെ കുഴപ്പം കൊണ്ട് നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് കിട്ടാതിരിക്കേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ള ലെവലുകൾ. ഓക്കെ, നമുക്കിനി 5 മിനിറ്റിലോട്ടൊന്ന് വന്ന് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി ഇങ്ങോട്ട് നീക്കി വെക്കാം. പിന്നെ സബ്സ്ക്രിപ്ഷൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ വേണം. 10,000-15,000 രൂപ 16,000 രൂപയോളം വേണം സബ്സ്ക്രിപ്ഷൻ. ഇതിൻ്റെ
ഈ ട്രേഡിങ്ങിന് സബ്സ്ക്രിപ്ഷൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ. യൂട്യൂബിൽ നിന്ന് ചിലപ്പോൾ അടുത്ത മാസം പൈസ കിട്ടുമായിരിക്കും കേട്ടോ. നമുക്കറിയാം എത്ര പൈസ കിട്ടുമെന്നുള്ള കാര്യം. നമുക്ക് നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് കണ്ടറിയാം. ഇന്ത്യ ഇവിടുത്തെ ലൈനെല്ലാം പോയോ? ഈ പ്രീമിയം മേടിക്കുക, ഇത് റിന്യൂ ചെയ്യാനുള്ള കാശെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. ഇപ്പോഴറിയാം നമുക്ക് എറണാകുളത്ത് ആരാണ്ട് പണ്ട് കമൻറ്റിൽ പറഞ്ഞ പോലെ എറണാകുളത്ത് ഫ്ലാറ്റ് മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.